ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ലിജി. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഔഷധമാണ് കസ്തൂരിമഞ്ഞൾ അല്ലേ? സൗന്ദര്യ സംരക്ഷണത്തിനായി പണ്ട് മുതൽക്കേ എല്ലാവരും യൂസ് ചെയ്തു വരുന്നതും മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും മുഖക്കുരു മാറുന്നതിനും രോമവളർച്ച തടയുന്നതിനും പാടുകൾ പോകുന്നതിനുമൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ ഈ കസ്തൂരിമഞ്ഞൾ. എന്നാൽ ഇന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് കസ്തൂരിമഞ്ഞൾ എന്ന പേരിൽ വാങ്ങി യൂസ് ചെയ്തു വരുന്നത് മഞ്ഞക്കൂവയാണ് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥ കസ്തൂരിമഞ്ഞൾ ഏതാണെന്നും അതിൻ്റെ ശരിയായ ഉപയോഗം എങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കുർക്കുമ അരോമാറ്റിക്ക എന്നതാണ് കസ്തൂരിമഞ്ഞളിൻ്റെ ശാസ്ത്രീയ നാമം. ചന്ദന നിറമാണ് യഥാർത്ഥ കസ്തൂരിമഞ്ഞളിന്. അത് അപ്ലൈ ചെയ്താൽ സ്കിന്നിൽ നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കസ്തൂരിമഞ്ഞൾ അത്യാവശ്യം നല്ല കടും മഞ്ഞ നിറത്തിലാണ്. അവ അപ്ലൈ ചെയ്ത് സ്കിന്നിൽ പുകച്ചിലും കുരുക്കളുമൊക്കെ വരുന്നതായി കണ്ടുവരുന്നുണ്ട്. കയ്പ് രുചിയും കർപ്പൂരത്തിനോടൊക്കെ സാമ്യമുള്ള രൂക്ഷഗന്ധവുമാണ് കസ്തൂരിമഞ്ഞളിന്. മഞ്ഞളിൻ്റെ ഇല പോലെ തന്നെ പ്ലെയിൻ ആയിരിക്കും ഇവയുടെയും ഇല. അതിൻ്റെ അടിവശം വെൽവെറ്റ് പോലെ സ്മൂത്താണ്. എന്നാൽ മഞ്ഞക്കൂവയ്ക്ക് സെൻറ്റർ ഭാഗത്തൂടെ ഒരു ബ്രൗണിഷ് ലൈൻ പോകുന്നതായിട്ട് കാണാം. എഫക്റ്റീവായിട്ട് എങ്ങനെയൊക്കെയാണ് കസ്തൂരിമഞ്ഞൾ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കസ്തൂരിമഞ്ഞൾ തേങ്ങാപ്പാലിലോ തൈരിലോ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം ഓയിലി സ്കിൻ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കസ്തൂരിമഞ്ഞളിനോടൊപ്പം റോസ് വാട്ടർ, ഹണി ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ എന്ത് തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. കസ്തൂരിമഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ അല്പം നേർപ്പിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പ്ലെയിൻ വാട്ടറിലോ പാലിലോ പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം. കുളിക്കുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ബാത്ത് പൗഡറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ബാത്ത് പൗഡർ ഉണ്ടാക്കുമ്പോൾ കസ്തൂരിമഞ്ഞളിനോടൊപ്പം ചെറുപയർ പൊടിയും കടലമാവും ആഡ് ചെയ്യാം. ദേഹത്ത് കുരുക്കളും ചൊറിച്ചിലും ഉള്ളവർക്ക് കസ്തൂരിമഞ്ഞളിനൊപ്പം ആര്യവേപ്പിൻ്റെ പൊടിയും ചന്ദനത്തിൻ്റെ പൊടിയും ഒക്കെ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ട്രെച്ച് മാർക്ക് പോകാനായി കസ്തൂരിമഞ്ഞളിനൊപ്പം അലോവേര ജെല്ലും തേനും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്താൽ സ്ട്രെച്ച് മാർക്ക് പെട്ടെന്ന് പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. തുളസി, ആര്യവേപ്പ്, മഞ്ചിഷ്ട, കസ്തൂരിമഞ്ഞൾ എന്നീ കോമ്പിനേഷനിലുള്ള ആപ്ലിക്കേഷനും വളരെ എഫക്റ്റീവായൊരു റെമഡിയാണ്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ, കൈമുട്ട് കാൽമുട്ടിലൊക്കെ വരുന്ന ഡാർക്ക് പിഗ്മെൻറ്റേഷൻ, ഇത്തരം കേസസിൽ കസ്തൂരിമഞ്ഞൾ അല്പം പാലും ആൽമണ്ട് ഓയിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോ സ്കിന്നിനനുസരിച്ച് ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. കസ്തൂരിമഞ്ഞളിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആയുർവേദ മരുന്ന് കൂട്ടുകളിലും കസ്തൂരിമഞ്ഞൾ ഒരു മെയിൻ ഘടകമാണ്. എസ്പെഷ്യലി ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്കുള്ള മെഡിസിൻസിൽ. കസ്തൂരിമഞ്ഞളിൻ്റെ നിത്യ ഉപയോഗത്തിലൂടെ വാർദ്ധക്യ സംബന്ധമായി സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. രോമവളർച്ച കുറയ്ക്കാനും ഇത് ഉപയോഗിച്ച് വരാറുണ്ട്. ഇനിയും ഒരുപാട് ഗുണങ്ങളുള്ള കസ്തൂരിമഞ്ഞൾ എല്ലാവരും വീട്ടിൽ നട്ട് വളർത്തേണ്ടത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്